Hi all, welcome to One's Coaching Center. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമുക്ക് അറിയേണ്ടത് ഗേറ്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗിന്റെ ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളെ കുറിച്ചാണ്. അല്ലേ, നമുക്കറിയാം എല്ലാ വർഷവും ഗേറ്റ് എക്സാമിനേഷൻ പല പാറ്റേൺസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഓരോ IIT ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏതൊക്കെയാണ്, അതിന്റെ സൈക്ലിംഗ് എങ്ങനെയാണ്, ആ ഒരു ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തിനാണെന്നുള്ള കാര്യം അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സാധാരണ ഗേറ്റ് എക്സാമിനേഷൻ, അതായത് ഈ 2020 ഇനി വരാൻ നമുക്ക് എഴുതാൻ കിടക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 30 അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഗേറ്റ് 2023 എക്സാമിനേഷൻ ആണ് അല്ലേ. സോ അപ്പോൾ ഇതിന് മുൻപ് വരെയുള്ള ഈ 23 വരെയുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അല്ല ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 7 IITയും ഒരു IISും ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കൂടിയാണ് ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്മുടെ ഗേറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. IIT ലെവലിൽ വരുന്നത് IIT റൂർക്കേല വരുന്നുണ്ട്, അതുപോലെ IIT ഗുവാഹട്ടി വരുന്നുണ്ട്, IIT മദ്രാസ്, IIT ഡൽഹി, IIT ബോംബെ, അതേപോലെ തന്നെ IIT ഖരഗ്പൂർ, ദെൻ IIT കാൺപൂർ. ഇങ്ങനെ 7 IITs ആണ് നമ്മുടെ ഓർഗനൈസേഷൻ പാർട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു IIC ബാംഗ്ലൂരും കൂടി ചേർന്നിട്ടുള്ള 7 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ലെവലിൽ ഓരോ വർഷത്തിലുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് സൈക്ലിക് മാനറിൽ നടക്കും അല്ലെ. ലാസ്റ്റത്തെ ഒരു 3 ഇയേഴ്സ് ബാക്ക്വേർഡ് നോക്കിക്കഴിഞ്ഞാൽ IIT ബോംബെ 2021 ഗേറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിരുന്ന IIT ബോംബെ ആണ്. ഓക്കെ, ഈ പ്രാവശ്യം ഗേറ്റ് 2020 ജസ്റ്റ് കഴിഞ്ഞു പോയത്, ജസ്റ്റ് പ്രീവിയസ് ഇയറിലെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് IIT ഖരഗ്പൂർ ആണ്. ഇനി നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ളത്, അതായത് നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആഗസ്റ്റ് 30 തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒരു 30 ഡേയ്സ്, ഒരു 1 മന്ത് ഡ്യൂറേഷൻ ആണ് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 30 വരെ ഉണ്ട്. എക്സ്റ്റൻഡ് വെർഷൻ 7th ഒക്ടോബർ വരെയാണ് ഉള്ളത്. അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് IIT കാൺപൂർ ആണ്. 2023 എക്സാമിനേഷൻ വന്ന് നമുക്കിപ്പോൾ പ്രസന്റ്ലി നമ്മൾ എഴുതാൻ പോകുന്നത്, അത് കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന IIT കാൺപൂർ ആണ്. ഇത് ഇങ്ങനെ ഒരു സൈക്ലിക് ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. ലാസ്റ്റത്തെ കുറച്ച് ഇയേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൊത്തം 8 ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ 7 IIT, ദെൻ 7 IITസിൽ വരും, ഒരെണ്ണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുള്ള ഇതിൽ വരും. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലാസ്റ്റ് ഇയേഴ്സിലെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ആ ഒരു ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത് 1985 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 91, 97, 2003, 2011, 2019. ലാസ്റ്റ് IIT മദ്രാസിൻ്റെ എക്സാം 2019 എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി IIT കണ്ടക്ട് ചെയ്തിരുന്ന എക്സാമിനേഷൻ 86, 92. ഇതിന്റെ പാരലൽ ഓർഡർ ആണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 85 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം കണ്ടക്ട് ചെയ്തത് ഡൽഹിയാണ്. അത് ആ ഓർഡറിൽ തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 86, 92, 98, 2004, 2012, 2020 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് ഈ IIT ബോംബെ ആണ് നെക്സ്റ്റ് പ്രയോറിറ്റി ഓർഡറിൽ വന്നിരിക്കുന്നത്. 87, 93, 99, 2005, 2013 ആൻഡ് 21 ആ റേഞ്ചിലാണ്, ആ ഒരു ഇയേഴ്സിലാണ് ലാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം പ്രീവിയസ് 2020 റേഞ്ചിലേക്ക് വന്നപ്പോൾ ഡൽഹിയും ബോംബെയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ അടുത്തത് ഖരഗ്പൂർ ആണ് IIT. അത് 88, 94, 2000, 2006, 2014 പ്രീവിയസ് എന്താ തൊട്ട് മുന്നത്തെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് 2022. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആ ഇയർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 89 കണ്ടക്ട് ചെയ്തിരുന്നു, 95 കണ്ടക്ട് ചെയ്തിരുന്നു, 2001, 2007, 2015 ദെൻ ഗോയിങ് ടു ബി കണ്ടക്ട്. അത് 2023 ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ആരാണ്, നമ്മുടെ കാൺപൂർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാംഗ്ലൂർ, അത് IIC ആണ്. അത് 1984, 1990, 1996, 2002, 2018, പിന്നെ 20ലേക്ക് വന്നിട്ടില്ല. അടുത്ത ഈ വർഷം കഴിഞ്ഞ് അടുത്ത 24 റേഞ്ച് മിക്കവാറും അവർ IICകാരായിരിക്കും കണ്ടക്ട് ചെയ്യുക. 2016 അവർ ലാസ്റ്റ് കണ്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കേല 2019, 2017. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗുവാഹട്ടി 2010, 2018 ആണ്. ഇവിടെ നമുക്കിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൺപൂറിന്റെ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പാറ്റേൺ, കാരണം ഇവർ ഓർഗനൈസ് ചെയ്താകുമ്പോൾ ഇവരുടേതായ ഒരു പാറ്റേൺ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാം. അതായത് 1989 തൊട്ട് 2023 അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ 2000 റേഞ്ചിലുള്ള 2000 ആണ്ടിലേക്കുള്ള ആ ഒരു ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും
2001, 2007, 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺസ് ഒന്ന് നോക്കി പോകുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കും. അവർ മാനുഫാക്ചറിംഗിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. IIT മദ്രാസ് ആണെങ്കിൽ തെർമലിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേപ്പർ അവർ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്. നമ്മുടെ സ്പെസിഫിക് വെയിറ്റേജ് അനുസരിച്ച് 2 സെക്ഷനായിട്ടാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മൊത്തം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർ പേപ്പേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് പേപ്പേഴ്സ് വരുന്നുണ്ട്. അതുകൂടെ നമ്മുടെ ഏതാ വരുന്നത്, നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഏകദേശം 13%. മൊത്തം ക്വസ്റ്റിൻ്റെ 65 ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഈ കാൺപൂറിന്റെ ഡിക്ലറേഷൻ അനുസരിച്ച്, IIT കാൺപൂരിന്റെ ഡിക്ലറേഷൻ അനുസരിച്ച് ഏകദേശം 65 ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. 65 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് 1 മാർക്ക് 2 മാർക്ക് മെത്തേഡിൽ 65 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 65 ക്വസ്റ്റ്യൻസിനകത്ത് 72% കോർ പേപ്പറും അതേപോലെ തന്നെ 13% എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സും റിമൈനിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ആണ് വരുന്നത് അല്ലേ. അതിൽ കോർ പേപ്പേഴ്സ് IIT കാൺപൂർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ്ങിന്റെ ആ ഒരു ഏരിയ ഒരു 15 മാർക്ക് റേഞ്ചിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തത് മെക്കാനിക്കൽ പേപ്പേഴ്സിൻ്റെ ആണ്. ഈ മെക്കാനിക്കൽ സബ്ജക്റ്റ് മാത്രമല്ല, ഈ ഓൾ ഓവർ ഏത് എന്താ പറയുക, ഏത് ബ്രാഞ്ചസ് എടുത്താലും ഇലക്ട്രിക്കൽ, കെമിക്കൽ, സിവിൽ, അങ്ങനെ ഏത് ബ്രാഞ്ചസ് എടുത്താലും ഇത്തവണ കണ്ടക്ട് ചെയ്യുന്ന IIT കാൺപൂർ തന്നെയാണ്. അവരുടെ പേപ്പറിൻ്റെ കോർ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏരിയ ആണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ വെച്ച് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊരു അറിവ് വേണം എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതാണ്. ഓക്കെ, പ്രീവിയസ് ഇയറിലുള്ള അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എപ്പോഴും നന്നായി നോക്കുന്നത് നന്നായിരിക്കും. കാരണം ആ ഒരു പാറ്റേൺ ഓർഡർ എങ്ങനെയാണെന്ന് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുവരണം, പഠിച്ച ഭാഗങ്ങളെ എക്സ്പെക്റ്റഡ് ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ IIT കാൺപൂരിന്റെ 89 തൊട്ട് 2015 വരെയുള്ള 2020 റേഞ്ചിലേക്ക് ഇതൊരു ചോദിച്ചിട്ടില്ല. അപ്പം 20 റേഞ്ചിലേക്ക് ചോദിച്ചിട്ടില്ല, 15 കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതാണ്, എല്ലാ ബ്രാഞ്ചുകാരും 20, 21, 22 ഈ റേഞ്ചിൽ ചോദിച്ചിരിക്കുന്ന ഡൽഹി, ബോംബെ, ഖരഗ്പൂരിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആ ഒരു റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലൊക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനുള്ള അഡ്വാൻസ്മെന്റും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലുള്ള അഡ്വാൻസ്മെന്റും സബ്ജക്ട് ചൂസ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ്മെന്റും നോക്കാനായിട്ട് ആ ഒരു 3 ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി പ്രത്യേകം നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അങ്ങനെ മൊത്തം 8 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതിൽ 7 IITസും ഒരു IISയും ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.